ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് അനദർ വീഡിയോ. സോ ഗൈസ്, ഞാൻ ഇപ്പോൾ കാസർഗോഡ് വിദ്യാനഗറിലാണ്. ഒരു ഫ്ലാറ്റ് ഉണ്ട്. ഫ്ലാറ്റ് വിൽപ്പന കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഇവിടെ ടോട്ടൽ എത്ര ഇതിന്റെ ഫ്ലാറ്റ് ഉണ്ട്? ഇവിടെ നമുക്ക് 84 ഫ്ലാറ്റ് 14 ഫ്ലോറിൽ വരുന്നത്. 84 ഫ്ലാറ്റ് 14 ഫ്ലോർ 84 പാർക്കിംഗ് ഏരിയ അടക്കം വരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഫെസിലിറ്റി ഉണ്ട്? ഇവിടെ നമുക്ക് ജിം ഉണ്ട്, മേലെ പൂളുണ്ട്, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പൂളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമ്മളെ കോൺഫറൻസ് ഹാള്, അടിയിൽ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി പാർക്കിംഗ് വേണമെങ്കിൽ നമുക്ക് പേഴ്സൺ ആയിട്ട് ഇതും കൊടുക്കാം, അല്ല കോമൺ പാർക്കിംഗും ഉണ്ട്, എല്ലാം ഉണ്ട് നമുക്ക് ഇവിടെ. നമുക്ക് ഒരേ അപ്പാർട്ട്മെന്റിൽ ഏകദേശം 6 ഫ്ലാറ്റാണ് വരുന്നത്. 6 ഒന്ന് 2 BHK ആയിരിക്കും, ബാക്കി 3 BHK ആണ്. നമുക്ക് ഡിഫറെന്റ് വേരിയേഷൻ വരുന്നുണ്ട്. സ്ക്വയർ ഫീറ്റിലാണെങ്കിലും അതിന്റെ അറേഞ്ച്മെന്റ്സിലാണെങ്കിലും വരുന്നത്. ഇത് ആക്ച്വലി കസ്റ്റമൈസ്ഡ് ആണ് ആൾക്കാർക്ക് കൊണ്ട്. മനസ്സിലായല്ലോ, ഞങ്ങൾക്ക് ബാൾ ടേക്ക് ഓവർ ആക്കി തരും. അത് മാത്രമല്ല, നല്ല ടർഫും വരുന്നു. നീ മറന്നു ടർഫ് വരുന്നുണ്ട്. യെസ്, അതാണ്. നമുക്ക് ഈ പ്രൊജക്ടിനെ പറ്റി പറയുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ റേറ അപ്രൂവ്ഡ് ആയിട്ടുള്ള കാസർഗോഡ് ജില്ലയിലെ ഫസ്റ്റത്തെ പ്രൊജക്ട് ആണ് ഈ CAD ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ്. എന്താ റേറ അപ്രൂവ്? നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആദ്യത്തെ കാസർഗോഡ് ജില്ലയിലെ ഫസ്റ്റ് പ്രൊജക്ട് ആണ് CAD ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ് റേറ? അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. റേറ എന്ന് പറഞ്ഞത് ഒരു കോടതി പോലെയാണ്. നമ്മളെ ക്ലയൻസിന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഈ റേറ ത്രൂ നമ്മളെ അപ്രൂവ് ചെയ്യാം, അല്ല നമ്മളെ കാണാം. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ വേണ്ട കോമ്പൻസേഷൻ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇതാണ് റേറ സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കണം. എല്ലാ പ്രൊജക്റ്റും ഒന്നും കിട്ടൂല. ഇത്ര കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ റേറയുടെ അപ്രൂവൽ കിട്ടൂ. ഫ്ലാറ്റ് നോക്കാം. അപ്പൊ ഇപ്പൊ നിൽക്കുന്ന ഹാളാണ്. ഇപ്പൊ ലക്ഷറി ഹാളും ആണ്. ഇത് ആക്ച്വലി 1631 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു. നമുക്ക് 3 BHK തന്നെ 4 വെറൈറ്റീസ് ഇവിടെ വരുന്നുണ്ട്. ഇനി A, B എന്ന് വരും. ഇത് A ആണ്. ഇത് A ഏറ്റവും സ്ക്വയർ ഫീറ്റ് കൂടിയ അപ്പാർട്ട്മെന്റ് ആണ്. നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്, 3 അറ്റാച്ച്ഡ് ബാത്റൂമാണ്. കാര്യങ്ങൾ പോകാം. ഫസ്റ്റ് നമുക്ക് ബെഡ്റൂം ഉണ്ട്. സുഖമായിട്ട് പറ്റുന്ന ഇതാണ് ബാത്റൂം. ഷവർ ഏരിയ, ഇത് പോക്ക് ഏരിയ. കമോൺ, നെക്സ്റ്റ് റൂം കാണിച്ചു ഗൈസ്. കമോൺ, ഇൻട്രോഡ്യൂസ്. ഓക്കേ, ഇതാണ് നമ്മുടെ മറ്റൊരു റൂം വരുന്നത്. മറ്റൊരു റൂം ഇതാണ്. നമുക്ക് ആക്ച്വലി ഈ അപ്പാർട്ട്മെന്റില് 2 ബാൽക്കണിയും ഒരു ഓപ്പൺ ടെറസും വരുന്നുണ്ട്. ഓപ്പൺ ടെറസ് ഫസ്റ്റ് ഫ്ലോറിൽ മാത്രമാണുള്ളത്. നല്ല സുഖമായിരിക്കും കിടന്നുറങ്ങാനൊക്കെ. അതിന് നിങ്ങൾക്ക് അടുത്ത റൂം കാണിച്ചാൽ കമോൺ ഗൈസ്. വീടിനുള്ള ബാത്റൂം ഉണ്ട്, ബട്ട് ആ ബാത്റൂം എനിക്ക് ചെറിയ ഡിഫറൻറ്റ് ഉണ്ട്. മറ്റേ ഷവറിന്റെ ഒരു സാധനം വന്നിട്ടുണ്ടെങ്കിൽ അത് ആക്കി വെച്ചിട്ടില്ല. വരും, പക്ഷെ കുറച്ചൊക്കെ ലേറ്റ് ആവും സാധനം എത്തി കൊടുക്കാം. തന്നെ ഇവിടെ നല്ല മിററും 2 ലക്ഷത്തിൽ ഇരുന്നിരിക്കാനുള്ള ചെയറും വെച്ചിട്ടുണ്ട്. ബട്ട് ഇത് നിങ്ങൾക്ക് തെറ്റില്ല കേട്ടോ, ഇത് കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ വന്ന ടൈം. നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ കയറുമ്പോൾ ഒരു ബാൽക്കണി കാണാം. ഇതാണ് ചെറിയൊരു അത്യാവശ്യം നല്ല രീതിയിലൊരു ബാൽക്കണി ഉണ്ട്. അവിടെ നോക്കുന്ന റോഡ് സൈഡ് പോകുന്ന ആൾക്കാർ നോക്കാൻ നല്ല കാറ്റും കൊള്ളാം. അതാണ് തന്നെ. ഇതാണ് 3ാമത്തെ ബെഡ്റൂം. ഇതിനകത്ത് എല്ലാത്തിനും പോലെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. നമ്മൾ ഡയറക്റ്റ് കിച്ചണിൽ പോവാം. ഇത് പറഞ്ഞ നൈസായിട്ട് കിട്ടണം. സോ നേരത്തെ കാണിച്ചാൽ ചെറിയ ബാൽക്കണി ഇടുന്നുണ്ട്. സോ ഇതാണ് ഞാൻ പറഞ്ഞ ബാൽക്കണി. ഇത് 2ാമത്തെ ബാൽക്കണി. ഇനി ഒരു ബാൽക്കണി പോയിട്ടുണ്ട്, അതും കാണിച്ചു തരാം. ബാൽക്കണി വെച്ചാൽ ചെറിയ ഗാർഡൻ പോലെ ഒരു ടൈപ്പ്, അത് കാണിച്ചു തരാൻ. അപ്പൊ ഇതാണ് കിച്ചൺ. ഇൻട്രോഡ്യൂസ് ചെയ്യും. കിച്ചൺ നമ്മളെ ഹൈലി ഇപ്പൊ അപ്ഡേറ്റഡ് ആയിട്ട് വരുന്ന ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്താണ് നമ്മൾ കിച്ചൺ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ കിച്ചണിലാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ നമ്മളൊരു ക്ലോത്ത് ഹാങ്ങിങ് ഡ്രൈവിംഗ് സാധനം വരും. നമുക്ക് ആവശ്യാനുസരണം ഇത് താത്താം, പൊന്തിക്കാം. വീട്ടില് മുതിർന്ന ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്നത് ഡ്രസ്സ് ഹാങ് ചെയ്യേണ്ട സാധനമാണ്. ഉണക്കി തരും ഈ സാധനം. ഇവിടെ നമുക്ക് ഒരു ഡ്രയർ വരും, ഹെയർ ഡ്രയർ വരും, പിന്നെ UV ലൈറ്റ് വരും. ഇത് ബേസ് മോഡലാണ്, അതുകൊണ്ട് ഇതിൽ വെച്ചിട്ടില്ല. ഇത് ശരിക്കും ബാൽക്കണിയിൽ വെക്കേണ്ട മോഡലാണ്. നമുക്ക് ഉള്ളിലേക്ക് വെക്കുന്നത് അതുണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഓപ്പൺ ടെറസ് ഉണ്ട്. അത് ഫസ്റ്റ് ഫ്ലോറിൽ മാത്രമാണ് അവൈലബിൾ. വീഡിയോ കാണുന്നവർ തെറ്റിദ്ധരിക്കേണ്ട, എല്ലാവരും കിട്ടുന്നത് എല്ലാവരും കിട്ടില്ല, ഫസ്റ്റ് ഫ്ലോറിൽ മാത്രം. ഇത് ഇങ്ങനത്തെ ഇതെടുക്കുന്നവർക്ക് മാത്രമേ കിട്ടൂ. നമുക്ക് സംഭവം തന്നെ ഇതായിട്ടുണ്ട്. ചെറിയ ടെറസ് നമുക്ക് ഗാർഡൻ ആയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ഓപ്പൺ ഡൈനിങ് ആയിട്ടുള്ള ഈവനിങ് ഫാമിലി ആയിട്ടൊന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി ഓപ്പൺ ഡൈനിങ് കാര്യങ്ങളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയ സ്ഥലമാണ്.
സാധനം വിട്ടിട്ടുണ്ടായിരുന്നു, റേറ്റും കാര്യങ്ങളും മാത്രമല്ല കുറച്ച് സാധനം പറ്റില്ല, കുറെ സാധനം പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ശരിക്കും നമ്മൾ ഈ ഫ്ലാറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നോൺ വാൾ ഷെയറിംഗ് ആണ്. സോ ഒരു അപ്പാർട്ട്മെന്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു നിശ്ചിതമായിട്ടൊരു ഗ്യാപ്പ് ഉണ്ടാവും. കാരണം കുടുംബത്തിന് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൈവസി ആണ് നമ്മൾ അഷ്യൂർ ചെയ്യുന്നത്. പിന്നെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ ഒരു ഹേർഡ് പ്ലേസ് ആയിട്ടാണ് വരുന്നത്. കാരണം അടുത്ത് കളക്ടറേറ്റ്, സിവിൽ സ്റ്റേഷൻ, ഡിസ്ട്രിക്ട് കോർട്ട്, മുനിസിപ്പൽ സ്റ്റേഡിയം, കേന്ദ്ര വിദ്യാലയ, പിന്നെ ഗവൺമെന്റ് കോളേജ്, ഇതൊക്കെ ഏകദേശം 500 മീറ്ററിനുള്ളിലായി വരുന്ന സാധനങ്ങളാണ്. അപ്പൊ ഒരു ആൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഈസി ആയിരിക്കും ഈ ഒരു പ്ലേസ്. കാരണം എല്ലായിടത്തും ഭയങ്കര നമ്മൾ കാസർഗോഡിലേക്ക് നമുക്ക് ഇവിടെ 4 കിലോമീറ്റർ, സ്റ്റേഷനിലേക്ക് 5 കിലോമീറ്റർ വരുന്നുണ്ട്. അപ്പൊ ആൾക്കാർക്ക് അത് ഭയങ്കര നല്ല കാര്യമാണ്. പിന്നെ നമ്മൾ ഈ അപ്പാർട്ട്മെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഫ്ലോറിൽ 6 അപ്പാർട്ട്മെന്റ് അവൈലബിൾ ആണ്. അതിൽ 5 എണ്ണം 3 BHK ആണ്, 1 2 BHK ആണ്. ഈ 3 BHK നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 4 വെറൈറ്റീസ് വരുന്നുണ്ട്. ഒന്ന് 1631 സ്ക്വയർ ഫീറ്റ്. നമുക്ക് ഇപ്പൊ ഒരു ഓഫർ, നമുക്ക് ലോഞ്ചിങ്ങിന്റെ ആയിട്ട് ഇപ്പൊ ഒരു ഓഫർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആക്ച്വൽ ഇതിന് വരുന്ന ഈ ഫ്ലാറ്റിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 7,73,39,500. 500. പക്ഷെ നമുക്കിപ്പോ ഓഫർ ഇതാക്കിയിട്ട് നമുക്ക് 61,16,250 നമുക്ക് കൊടുക്കാം. ഓൾമോസ്റ്റ് 10 ലക്ഷം ലാഭം. 10 ലക്ഷത്തിലധികം 11 ലക്ഷം. 11 ലക്ഷം ലാഭം. ചിന്തിച്ച് നോക്കി, ഇതിപ്പോ ലോഞ്ച് ചെയ്തപ്പോ ടോട്ടലി മൊത്തം 2026 ജൂലൈയിൽ നമുക്ക് ലോഞ്ച് ചെയ്യാം. 2026 ജൂലൈ. അത് മേ ബി 2 കൊല്ലം കറക്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? 2 വരെയുണ്ട്. 2 കൊല്ലം കഴിയുമ്പോ സ്ഥലത്തിന്റെ ഇത് മാറും. റോഡ് ഹൈവേ പിന്നെ ചിന്തിച്ചു നോക്കിയേ, ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുക. ആൾക്കാർക്ക് കണ്ണും പൂട്ടി എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. മെയിൻ ആൾക്കാർ നോക്കുന്നത് ഇതൊരു സ്വന്തമായിട്ട് മേടിക്കുന്നതിനെക്കാട്ടി ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. കാരണം ഒരു 4 ഫ്ലോറിലൊക്കെ ഒരു പേഴ്സൺ തന്നെ എടുത്തിട്ടുണ്ട്. കാരണം ആൾക്കാർക്ക് വാടക പോകുന്ന ഒരു പ്ലേസ് ആണ് ഇത്. അപ്പൊ അതാണ് ഇപ്പൊ വാടകയും കൊടുക്കാം. അപ്പൊ ആണെങ്കിൽ സ്വന്തം ഫാമിലി യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് എന്തായാലും ഇപ്പൊ സാധനം വാങ്ങിയിട്ട് പിന്നെ സാധനം പോകും. കാരണം അതിന് വരുന്ന ഫീച്ചർ അങ്ങനെയാണ്. പരട്ട സ്ഥലമൊന്നുമില്ല, ഒരു സ്ഥലമൊന്നുമില്ല. അതെ, ഈ പ്ലേസിനെ പറ്റി ഞാൻ പറഞ്ഞു. ഈ പ്ലേസ് അത്രയും ഒരു ഹേർട്ട് ആയിട്ട് വരുന്ന ഒരു പ്ലേസ് ആണ്. പിന്നെ ഒരു നമുക്ക് 3 BHK ആണ്. നമുക്ക് 3 BHK സ്റ്റാർട്ട് ചെയ്യുന്നത് 1419 സ്ക്വയർ ഫീറ്റിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ആക്ച്വൽ പ്രൈസ് വരുന്ന 63,85,000. നമ്മൾ ഓഫർ പ്രമാണിച്ച് 53,21,000 കൊടുക്കും. പിന്നെ ഇതിന്റെ ഈ ഫ്ലാറ്റിന് നമുക്ക് പണി കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഈ ഒരു അപ്പാർട്ട്മെന്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇത് കസ്റ്റമൈസ്ഡ് ആണ്. ഇപ്പൊ ആൾക്കാർക്ക് ഇന്ന രീതിയിലൊക്കെ വേണം. ചിലവർക്ക് 3 അറ്റാച്ച്ഡ് ബാത്റൂം വേണ്ടായിരിക്കും. അപ്പൊ കോമൺ ആക്കി കൊടുക്കുക. പിന്നെ ബാൽക്കണി, ആ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് വേണ്ട രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ്. ഇതൊക്കെയാ വരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇതിന്റെ പുറത്തെ ഭാഗം കാണിച്ചു തരാം. ബിൽഡിംഗ് എനിക്ക് ഉണ്ട്, പണി ചെയ്യാത്ത ഒരു ബിൽഡിംഗ് എങ്ങനെയുണ്ടോ അതാണ് ഇതിന്റെ പുറത്ത് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കാണിച്ചിട്ട് ഞാൻ വീഡിയോ അതിന്റെ പകരം സബ്സ്ക്രൈബ് പറ്റുമെങ്കിൽ നിങ്ങളെ 63-75 ലക്ഷം എടുക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളെ ഫ്യൂച്ചർ ഇപ്പൊ നിങ്ങളെ ഫാമിലി ആയിട്ട് എന്തായാലും പാരപ്പം ഉണ്ടാവും. അങ്ങനെ തന്നെ ബിസിനസ് ചേർക്കാൻ താല്പര്യമുള്ള ആൾക്കാരെങ്കിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് വേറെ പണിക്ക് പോയിക്കോ, പ്രശ്നമൊന്നുമില്ല, പൈസ ഉണ്ടാക്കാം. ഒന്നും കൂടി ഉണ്ട്. നമുക്ക് ഈ 2 BHK ആണെങ്കിൽ നമുക്ക് ഇപ്പൊ വെറും 48,07,500 കിട്ടും. കേട്ടില്ല? അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ നമ്പർ കൊടുക്കുന്നതായിരിക്കും. ഈ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയക്കാം. അപ്പൊ എന്തായാലും സോ ഇപ്പൊ നിങ്ങളെ ഫുൾ ക്യാഷ് എടുക്കാനില്ല. ഇപ്പൊ 25 ലക്ഷം 25 ലക്ഷം എടുക്കാനില്ല. നിങ്ങൾ 20 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ബാക്കി പറഞ്ഞപ്പോ നമുക്ക് ഇത് ഈ പ്രൊജക്ട് അപ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് കാനറ ആണെങ്കിൽ ആക്സിസ് ബാങ്കിൽ ഇതൊക്കെ പ്രൊജക്ട് അപ്രൂവ് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ലോൺ 80% വരെ നമുക്ക് ലോൺ കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 8% ആണ് അതിന് ഇൻട്രസ്റ്റ് വരുന്നത്. ആൾക്കാർക്ക് ആ ഒരു ഓപ്ഷൻ കൂടി എടുക്കാൻ പറ്റും.